വെൽക്കം ടു സ്ക്രാച്ച് കെ. നമ്മൾ ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ആരുടെ ചരമദിനമായാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: P.N. പണിക്കർ. ശ്രീ പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം: നീലംപെരൂർ, കോട്ടയം. 1909 മാർച്ച് 1 ജനിച്ചത്. ഏതു വർഷം മുതലാണ് കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം: 1996 ജൂൺ 19. P.N. പണിക്കരുടെ മുഴുവൻ പേരെന്ത്? ഉത്തരം: പുതുവായിൽ നാരായണ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം: P.N. പണിക്കർ. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം: 2004 ജൂൺ 19. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഉത്തരം: അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ്റെ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? ഉത്തരം: റാം കെയർ ഓഫ് ആനന്ദി. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം: ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം: ഉണ്ണിനീലി സന്ദേശം. രാമായണം എഴുതിയത് ആരാണ്? ഉത്തരം: വാൽമീകി. രമണൻ എന്ന കാവ്യം എഴുതിയതാര്? ഉത്തരം: ചങ്ങമ്പുഴ. വീണപൂവ് എഴുതിയതാര്? ഉത്തരം: കുമാരനാശാൻ. ആദ്യ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം: സംക്ഷേപവേദാർത്ഥം. നമ്മുടെ എല്ലാ ക്വിസ് വീഡിയോകളിലും അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോയുടെയും അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ബോണസ് ചോദ്യത്തിന് കറക്റ്റായി ഉത്തരം നൽകിയ വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ്. അടുത്ത വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.